എടാ നോക്കണം എടാ ഒരു പരുന്നിനെ കൂടാ, പരുന്നിനെ കൂട്. കണ്ടോ നിനക്ക് അതിൻ്റെ വിരലിനറ്റത്ത് കൂടെ ഇങ്ങനെ നോക്കിക്ക്. എടാ പരുന്നിനെ കൂട് കണ്ടില്ലേ? എടാ നോക്കണം, നോക്ക്. എടാ ജോസൂട്ടി, ജോജു എന്താടാ? നീ പോയി ആ ക്രിസ്റ്റീനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ഞാനപ്പോഴേക്ക് ആഷ്ലിയെ വിളിച്ചോണ്ട് വരാം. ക്രിസ്റ്റീനെ വിളിക്കാൻ തന്നെ കിട്ടില്ല. വേണമെങ്കിൽ ആഷ്ലിയെ വിളിക്കാം. അവളാകുമ്പോൾ നമ്മോട് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തില്ല. നീ പോയി വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവനെന്തോ ഒരു ഭാവമാറ്റമൊക്കെ. ഇനി ആ വൈദ്യരച്ച വല്ല മരുന്നും കൊടുത്തു കാണും. നീ ഇന്നലെ എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ ഇവിടെ. അവരെ നീ മൈൻഡ് ചെയ്യുന്നു വേണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഒന്ന് പോ റോണി. ഈ റോണിയുടെ ഒരു അവിടെ നിക്ക്. നീ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്നു വേണ്ട. അവനോട് എന്താ കാര്യം നീ ചോദിക്കേ? എന്താ ജോജി? നിനക്കിപ്പോ എന്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ. റോണി ഞാനിപ്പോ വരാവേ. ആഷ്ലി, അതിനാൽ എനിക്ക് പറയാനുള്ളത് നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ്. നമ്മുടെ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ തളർന്നു കിടക്കുന്ന നമ്മുടെ സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരുവാനാവൂ. അതിന് നിങ്ങളൊക്കെ എന്റെ ഒപ്പം ഇല്ലേ? വല്ല ഭക്ഷണ പരിപാടിയാണെങ്കിൽ ഞാൻ സഹായിക്കാം. ജോജി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെയുണ്ട്. എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, എന്നാൽ എന്നാ കഴിയുന്ന വിധം ഞാൻ ജോജിയോടൊപ്പം ഉണ്ട്. അത് മതി. നിങ്ങളെല്ലാവരും എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കൂട്ടുകെട്ടിന്റെ സന്തോഷത്തിനായി ഞാൻ പോയി ഓരോ ബിരിയാണി മേടിച്ചു വന്നാലോ? എന്റെ ദൈവമേ, ഇവന്റെ ഒടുക്കത്തെ തീറ്റ ഭ്രാന്ത് ഇനി എന്നാണോ മാറുന്നത്? എന്നാൽ നമുക്കിനി നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂട്ടാം. അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിലേ നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. യേശുവിലേറെ സ്നേഹം നിറഞ്ഞ ചെറുപുഷ്പം ഷില്ലിങ്ങിന്റെ കരുത്തരായ കുഞ്ഞു മിഷണറിമാരെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭാരതഭൂവിൽ പ്രേക്ഷിത ദൗത്യമായി മുന്നേറുന്ന ചെറുപുഷ്പം ഷില്ലിങ്ങിന്റെ വരും വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുവചനത്തെ അടിസ്ഥാനമാക്കി പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെറുപുഷ്പം മിഷലിംഗിന്റെ അംഗങ്ങളായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ നമുക്കോരോരുത്തർക്കും അഭിമാനിക്കാം. പ്രസ്തുത സംഘടനയിൽ പ്രവർത്തിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളിലും തങ്ങളെ ഏൽപ്പിക്കുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും ഓരോരുത്തരും ഭംഗിയായി നിർവഹിക്കുമ്പോൾ ഈ സംഘടന നമ്മുടെ ഇടവകയിലും ശക്തി പ്രാപിക്കും. വിശക്കുന്നവർക്ക് ആഹാരം നൽകിയും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തും രോഗികളെയും തടവുകാരെയും ചെന്നു കണ്ടും അവരെ സഹായിച്ചും നമുക്ക് ഈ പ്രേക്ഷിത ഭൂവിൽ കർമ്മനിരതരാകാം. പ്രവർത്തനമാണ് വിശ്വാസം, വിശ്വാസമാണ് സ്നേഹം, സ്നേഹമാണ് സേവനം, സേവനമാണ് ജീവിതം എന്ന മദർ തെരേസയുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. വയലേലകളിൽ കർമ്മനിരതരായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാധ്യമ വർഷത്തിൽ നമുക്ക് മുന്നേറാം. അതിനായി ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടുവെപ്പിലും ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഉണ്ടാകുമോ ഞങ്ങൾക്കൊപ്പം? അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു തരുന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് ഉറക്കെ ഏറ്റുമല്ലാമോ? ജയ് ജയ് മിഷൻ ലീഗ്, ജയ് ജയ് ചെറുപുഷ്പം, ആയിരം ആയിരം റോസാപ്പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും. ജയ് ജയ് മിഷൻ ലീഗ്, ജയ് ജയ് ചെറുപുഷ്പം. ഉപയോഗിച്ച് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന് ചവിട്ടി പൊളിച്ചകത്ത് കയറേണ്ടി വരുന്ന തോന്നുന്നു. അതിങ്ങത്താ ഞാനും നോക്കട്ടെ.
ജോൺസേട്ടാ, മഴ വരാൻ സാധ്യതയുണ്ട്. മഴയോ? എവിടെ വരാനടാ? ദേ നോക്കടാ, അവര് വരുന്നുണ്ട്. ഞങ്ങൾ ഇനി ഇവിടെ ഒന്നും ചെയ്യത്തില്ല, ഞങ്ങൾ അകത്തുണ്ടാവും.